എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് 2020 ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 22nd ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിർത്തിയത്. ഇന്ന് നമ്മൾ 23 മുതൽ 45 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ശരി, നമ്മൾ നേരെ ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ്സ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ കോപ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. കോപ്പർ എന്ന് പറയുന്നത് മെറ്റലാണ്. മെറ്റലിന്റെ കേസിൽ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ, ശരിക്കും നമ്മൾ നേരത്തെ ഒരു IITക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ എന്നാണ്. ഇവിടെ അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഗ്രാഫും അവിടെ തന്നിട്ടുണ്ടായിരുന്നു. തന്നിട്ട് ചോദിച്ചിരുന്നത് ഇവിടെ ആൽഫയും ബീറ്റയും പോസിറ്റീവ് ആണോ എന്നായിരുന്നു അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എന്നിട്ട് 4 ചോയ്സ്: ആൽഫ പോസിറ്റീവ്, ബീറ്റ പോസിറ്റീവ്, ആൽഫ പോസിറ്റീവ്, ബീറ്റ നെഗറ്റീവ്, ആൽഫ നെഗറ്റീവ്, ബീറ്റ പോസിറ്റീവ്, ബോത്ത് ആർ നെഗറ്റീവ്. അങ്ങനെയായിരുന്നു 4 ചോയ്സ് ഉണ്ടായിരുന്നത്. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രാഫുകൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഗ്രാഫിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നന്നായി. ഇവിടെ ആൽഫ ആൻഡ് ബീറ്റ രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ ദ ഗ്രാഫ് കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്. എന്നാൽ ഇതിനകത്ത് ആൽഫ പോസിറ്റീവും ബീറ്റ നെഗറ്റീവും ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. ആദ്യമേ ഇത് കൂടും, അതിനുശേഷം കുറഞ്ഞ് 0 ആവും, പിന്നീട് നെഗറ്റീവിലേക്ക് പോകും. 2 ഗ്രാഫും പാരബോളിക് ഗ്രാഫാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൽഫ പോസിറ്റീവും ബീറ്റ നെഗറ്റീവും വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം നമ്മൾ പ്രൊജക്ടൈൽ മോഷനകത്ത് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പൊ അവിടെ ആൽഫ പോസിറ്റീവും ബീറ്റ നെഗറ്റീവാണ്. അതവിടെ ഗ്രാഫിന്റെ പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഓർക്കുക. അല്ലെങ്കിൽ തന്നെ ഗ്രാഫിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ആ ഗ്രാഫിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കിയാൽ ഗ്രാഫിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ആൽഫയും ബീറ്റയും പോസിറ്റീവ് ആയതുകൊണ്ട് when temperature increases ആൽഫ കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്. therefore graph is represented by C എന്ന് പറയുന്ന ഗ്രാഫാണ്. എന്നാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയായിരുന്നെങ്കിലോ ഈ ഗ്രാഫ് വന്നേനെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയാണെങ്കിൽ ഗ്രാഫ് ഇതാണ് വരുന്നത്. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലൊക്കെ ഇതാണ് വരേണ്ടത്. ഓർക്കുക, സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വേറെ വരുന്നുണ്ട്, നമുക്ക് അവിടെ പറയാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 24. A charged particle having drift velocity of 7.5 into 10⁻⁻⁴ meter per second in an electric field of 3 into 10⁻10 volt per meter has a mobility എത്രയെന്നാണ് നമുക്കറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി is directly proportional to E ആണ്, or it is equal to some constant into E ആണ്. Therefore mobility mu is equal to drift velocity divided by E. Here drift velocity is equal to 7.5 into 10⁻⁻⁴ divided by ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് പറഞ്ഞിരിക്കുക? 3 into 10⁻10. That is equal to 2.5 into 10⁻6 എന്ന് വരണം. Therefore answer is equal to B ആണ് നമ്മുടെ ആൻസർ, 2.5 into 10⁻6. ക്ലിയർ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. A resistance wire connected in the left gap of a meter bit balances a 10 ohm resistance in the right gap. അപ്പൊ നമുക്ക് ഇവിടെ 2 റെസിസ്റ്റൻസ് ഇട്ടിരിക്കുന്നു. ഒന്ന് റെസിസ്റ്റൻസ് വയർ X ആണ്, റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന നോൺ റെസിസ്റ്റൻസ് ആണ് 10 ആണ്. ഇവരെ ബാലൻസ് ചെയ്യുന്ന പോയിന്റ് നമുക്കറിയാമല്ലോ. മീറ്റർ ബ്രിഡ്ജിന്റെ ഒരു ചെറിയൊരു പടമാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. ബാലൻസ് ചെയ്യുന്ന ഇത് 3:2 ആണ്. നമുക്കറിയാം ബാലൻസ്ഡ് റെസിസ്റ്റൻസ് കണ്ടീഷനിൽ ലെഫ്റ്റിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റൈറ്റിലെ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റിലെ ബാലൻസ് ലെങ്ത് ഡിവൈഡഡ് ബൈ റൈറ്റിലെ ബാലൻസ്. ദാറ്റ് ഈസ് X divided by 10 is equal to 3 divided by 2. Therefore X is equal to 15 ohm എന്ന് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വയറിന്റെ ലെങ്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പിന്നെ 1.5 മീറ്റർ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ 1.5 മീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് 15 ohm എന്ന് പറഞ്ഞത്. 1.5 മീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് 15. ചോദിച്ചിരിക്കുന്നത് 1 ohm റെസിസ്റ്റൻസ് വരണമെങ്കിൽ what is the length of the wire എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 ohm വരണമെങ്കിൽ, ദാറ്റ് ഈസ് 1 ohm വരണമെന്നുണ്ടെങ്കിൽ 1.5 divided by 15, that is equal to 0.1 meter. This is the answer. Therefore for 1 ohm resistance the resistance of the wire is equal to 1.1 meter. That is it is equal to 1 into 10⁻⁻1 meter. Therefore answer is B. ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് കിടക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 26. കളർ കോഡ് എന്നിട്ട് റെസിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ കളർ കോഡ് വരുമ്പോൾ നമ്മൾ ഓർത്തോണം
നമുക്കൊരു അറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ പഠിച്ചിരിക്കുന്നതായിരിക്കാം. ഞാൻ എന്നാലും ഒന്ന് പറയുന്നു. BB റോയ്, ഗ്രേറ്റ് ബോയ്, ഹാസ് എ വെരി ഗുഡ് വൈഫ്. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രം. ഇതാ നമ്മൾ ഓരോ കളറിന്റെയും നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്കും വൈറ്റും. പിന്നെയും 2 ബികൾ കിടപ്പുണ്ട്. ബ്ലാക്കിനോട് അടുത്ത് വരുന്ന കളർ, അതേപോലെ വരുന്ന കളർ ആരാണ്? ബ്രൗൺ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്ലൂ, ഇതെന്ന് പറയുന്നത് റെഡ്, ഇത് ഓറഞ്ച്, ഇത് യെല്ലോ, ഇതെന്ന് പറയുന്നത് ഗ്രീൻ, ഇത് വയലറ്റ്, ലാസ്റ്റ് G എന്ന് പറയുന്നത് ഗ്രേ. അപ്പൊ 2 G ഉണ്ട് അതിനകത്ത്. ആദ്യത്തെ G ഗ്രീൻ. ഇവിടെ ഇവന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന അറിയാമല്ലോ. 0, 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് 9. ഇവിടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ. യെല്ലോ ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ റെസിസ്റ്റൻസ്, ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ റെസിസ്റ്റൻസ്. അല്ല, യെല്ലോയുടെ വാല്യൂ എത്രയാണ്? 4, ഫസ്റ്റ് ഡിജിറ്റ്. സെക്കൻഡ് കളർ ഈസ് ദ സെക്കൻഡ് ഡിജിറ്റ്, ദാറ്റ് ഈസ് വയലറ്റ് എന്ന് പറയുന്നത് 7 ആണ്. ഇൻറ്റു മൂന്നാമത്തെ കളർ എന്ന് പറഞ്ഞാൽ 10ന്റെ പവർ ആണ്, 10 raised to ബ്രൗൺ ആണ് 1. Therefore the resistance is equal to 470 ohm. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ 470 ohm വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതന്നെ എഴുതിക്കോട്ടെ. എന്നാലും ഗോൾഡ് വരികയാണെങ്കിൽ അവന്റെ ടോളറൻസ് എന്ന് പറയുന്നത് 5% ആണ്. സിൽവർ വരികയാണെങ്കിൽ 10%, നോ കളർ ആണെന്നുണ്ടെങ്കിൽ 20%. ചിലപ്പോൾ നോ കളർ എന്ന് പറയത്തില്ല. ഒരിക്കൽ അവർ ലാസ്റ്റ് കളർ, 4ാമത്തെ കളറിന് വൈറ്റ് എന്ന് പറയും. വൈറ്റ് എന്ന് വെച്ചാൽ കളർലെസ് ആണ്. അപ്പോൾ വൈറ്റ് വന്നാലും കളർലെസ് ആയിട്ട് എടുത്തോണം. ഒരിക്കൽ എൻട്രൻസ് ചോദിച്ചപ്പോൾ വൈറ്റ് എന്നാണ് പറഞ്ഞത്. വൈറ്റ് വന്നാൽ 20% ആണ്. Therefore here answer is equal to D ആണ്, 470 ohm and 5% tolerance. Okay. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27, 27ാമത്തെ ക്വസ്റ്റ്യൻ. എ ലോങ് സോളിനോയിഡ് ഓഫ് 50 cm ലെങ്ത് ഹാവിംഗ് 100 ടേൺസ് ക്യാരീസ് എ കറന്റ് ഓഫ് 2.5 ആംപിയർ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ കേസിൽ നമ്മൾ ഉടനെ എഴുതിക്കോണം B is equal to μ0 Ni, where N is the number of turns per unit length ആണ്. Therefore answer is equal to 4 pi into 10 raised to minus 7 into number of turns per unit length. That is, it is equal to 100 divided by 0.50. 50 centimeter means 0.5 into current is equal to 2.5. That is, it is equal to 4 pi into 10 raised to minus 7. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി. 200 into 2.5. 200 into 2.5 is equal to എത്രയാണ് നോക്കുക. That is 200. ഇത് 0.5 1/2. 200 into 2.5. Therefore answer is equal to എത്ര വരുമെന്ന് നോക്കുക. That is 2 pi into ബാക്കി നമ്മൾ നോക്കിക്കോണം. That is equal to 2 pi into 10 raised to minus 4 വരും. 2 pi into 10 raised to minus 4. That is equal to 6.28 into 10 raised to 3.14 into 2 is equal to 6.28 into 10 raised to minus 4. Therefore answer is A. കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. നമ്മൾ അതിന്റെ കിട്ടേണ്ട മെത്തേഡാണ് നമ്മൾ പെട്ടെന്ന് നോക്കുക. ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ സ്പീഡിൽ ചെയ്ത് പഠിച്ചോണം. അടുത്തത്, an iron rod of susceptibility chi is equal to 599. Subject to a magnetizing field of 1200 ampere per meter. അതിന്റെ ആവശ്യമില്ല നമുക്കിവിടെ. The permeability of the material mu ആണ് കണ്ടുപിടിക്കേണ്ടത്. mu കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കൈ തന്നു കഴിഞ്ഞാൽ നമുക്ക് mu r കണ്ടുപിടിക്കാം. mu r is equal to 1 plus chi. That is, it is equal to 600. Therefore mu is equal to mu0 mu r എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. That is equal to 4 pi into 10 raised to minus 7 into 600. That is equal to 24 pi into 10 raised to minus 5. ഇവിടെ 2.4 pi. Therefore it is equal to 2.4 pi into 10 raised to minus 4. Therefore answer is A. A ആണ് നമ്മുടെ ആൻസർ. എത്രയോ സിമ്പിൾ. നമുക്ക് ശരിക്കും ഇക്വേഷൻസ് അറിയാമെങ്കിൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതൊക്കെ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. എ 40 microfarad capacity is connected to a 200 volt. അപ്പോൾ കപ്പാസിറ്റി C is equal to 40 into 10 raised to minus 6. ERMS തന്നിരിക്കുന്ന ERMS ആണ്. ERMS is equal to 200 volt. ഫ്രീക്വൻസി F is equal to 50 hertz. ചോദിച്ചിരിക്കുന്നത് എന്താണ്? RMS വാല്യൂ ഓഫ് കറണ്ട്. IRMS ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് IRMS is equal to ERMS divided by XC. അപ്പോൾ ആദ്യമേ നിങ്ങൾ XCയുടെ വാല്യൂ കണ്ടുപിടിക്കുക. XC is equal to 1 by C omega. That is equal to 1 by C. That is equal to 40 into 10 raised to minus 6. 40 micro into 2 into pi into F. F is equal to 50. ഇത് നിങ്ങൾ ആൻസർ ചെയ്ത് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ 80 ohms എന്ന് കിട്ടും. 80 ohm.
Therefore, IRMS is equal to ERMS divided by XE, that is equal to 200 divided by 80. That is equal to 2.5 ampere എന്ന് കിട്ടും. എഴുതി വയ്ക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോണം, അതിനൊക്കെ സ്പീഡപ്പ് ചെയ്ത് കണ്ടുപിടിച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 30. A series LCR circuit is connected to an AC voltage source. When L is removed from the circuit, the phase difference between the current and voltage is pi by 3. നന്നായിട്ട് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. If instead of C is removed from the circuit, the phase difference again pi by 3. അപ്പൊ LCR സർക്യൂട്ടിനകത്ത് നമ്മൾ എല്ലിനെ മാറ്റി കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന സർക്യൂട്ട് CR സർക്യൂട്ട് ആണ്. CR സർക്യൂട്ടിനകത്ത് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ആറും ഇങ്ങോട്ടേക്ക് വരുന്നത് XCയുമാണ്. ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് പൈ ബൈ 3. ഇതെപ്പോഴ് വെൻ എൽ ഈസ് റിമൂവ്ഡ്. എല്ലിന് പകരം നമ്മൾ സി ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അത് LR സർക്യൂട്ടായിട്ട് മാറും. അപ്പോൾ മുകളിലേക്ക് വരുന്നത് XLും ഇങ്ങോട്ടേക്ക് വരുന്നത് ആറും. അവരുടെ ഫേസർ ഡയഗ്രാം നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് ആംഗിൾ വരിക. ദിസ് ഈസ് ആൾസോ ഈക്വൽ ടു പൈ ബൈ 3. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം പൈ ബൈ 3 ആണ്, പൈ ബൈ 2 അല്ല, പൈ ബൈ 3. അപ്പോൾ നമ്മൾ എഴുതണം ടാൻ പൈ ബൈ 3. ഇവിടെ ഈ കേസിൽ ടാൻ പൈ ബൈ 3 ഈസ് ഈക്വൽ ടു XC ഡിവൈഡഡ് ബൈ R. ഇതിന്റെ കേസിലും എന്ത് പറയാം, നമുക്ക് ടാൻ പൈ ബൈ 3 ഈസ് ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ R. From these two equations, it is clear that XL is equal to XC. അപ്പൊ L മാറ്റുമ്പോൾ 30 ഡിഗ്രി, സി മാറ്റുമ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിൽ ഇനി ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം XL XC ഈക്വൽ ആണ്. Therefore, പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos phi ആണ്. Cos phi is the power factor which is equal to R by Z ആണ്. പവർ ഫാക്ടർ is equal to R by Z ആണ്. Z is equal to എന്താണ്, റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. XL XC ഈക്വൽ ആയതുകൊണ്ട് R. Therefore, cos phi is equal to 1. അതായത് XL XCയും ഈക്വൽ ആണെന്ന് വെച്ചാൽ അപ്പം മനസ്സിലാക്കണം റെസണൻസിലാണ്. റെസണൻസിൽ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. അത് ഓർത്തിരിക്കുക. സിമ്പിൾ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. The ratio of the contributions made by the electric field and magnetic field components in the intensity of electromagnetic waves. ഇലക്ട്രോമാഗ്നറ്റിക്കിനകത്ത് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I is equal to U bar into C എന്നാണ് എഴുതുന്നത്. U bar is a energy density and C is a velocity of light. That is called intensity. അപ്പൊ ഇന്റൻസിറ്റി I is equal to U bar into C. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി. അപ്പൊ എനർജി ഡെൻസിറ്റി, അപ്പൊ അതിന്റെ അർത്ഥം എനർജി ഡെൻസിറ്റി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇന്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഇന്റൻസിറ്റി കണ്ടുപിടിക്കാം. ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺ EM വേവ് നോർമൽ കോഴ്സിൽ, EM വേവിനകത്തല്ല, നോർമൽ കോഴ്സിൽ ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, E റിമെയിൻസ് എ കോൺസ്റ്റന്റ് ആയിരിക്കണം. മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹാഫ് B സ്ക്വയർ ഡിവൈഡഡ് ബൈ μ0 ആണ്. ഇതും B കോൺസ്റ്റന്റ് ആണെങ്കിൽ. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത്, ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു മാത്രം, ഓർത്തിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഈ വേവിനകത്ത് എന്താണ് കുഴപ്പം, ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നു. ആ വേരി ചെയ്യുന്നതിന്റെ RMS വാല്യൂ എടുക്കുമ്പോൾ U bar is equal to 1/4 epsilon 0 E സ്ക്വയർ എന്ന് കിട്ടും. E0 സ്ക്വയർ എന്ന് കിട്ടും. വേർ E0 is ആംപ്ലിറ്റ്യൂഡ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്നതുകൊണ്ട് അവന്റെ മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി, ഇത് EM വേവിനാണ്. EM വേവിന്റെ കേസിൽ ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ഈസ് ആൾസോ ഈക്വൽ ടു 1/4 B0 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ0. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ. രണ്ട് ഈക്വൽ ആണ്. അതിനൊക്കെ പ്രൂഫ് നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചോളാം. ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റിയും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം, റേഷ്യോ എനർജി ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ ഈക്വൽ. Therefore, intensity is also equal because intensity is equal to U bar into C. That is answer. Therefore, and in a ratio, that is answer is B. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 32. A ray incident at an angle of incidence I on one surface of a small angled prism. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രിസം, ആ പ്രിസത്തിനകത്ത് ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നു I എന്ന് പറയുന്ന ആംഗിളിൽ.
അത് രണ്ടാമത്തെ സർഫസിലൂടെ നോർമലിൽ കൂടി ഇറങ്ങിപ്പോകുന്നു. നോർമലിൽ കൂടി, അതിന്റെ അർത്ഥം ഇവിടത്തെ ആംഗിൾ ഓഫ് എമർജൻസ് R2 0 ആണ്, ഇവിടത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2 0 ആണ്. ഇവിടത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ I എന്ന് എടുത്തിരിക്കുന്നു. ഇതാ ശരിക്കും I1 ആണ്, ഇവിടത്തെ R1. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന I1ന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? സൈൻ I1 ഡിവൈഡഡ് ബൈ സൈൻ R1 ഈസ് ഈക്വൽ ടു മ്യൂ ആണ്. ഇനി ഒന്നുകൂടി ഉണ്ട്, ആംഗിൾ ഓഫ് ദ പ്രിസം A ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആണ്. ഇവിടെ R2 എന്ന് പറയുന്ന വാല്യൂ 0 ആയതുകൊണ്ട് R1 ഈസ് ഈക്വൽ ടു A. ഇനി if I is very very small, then sin I1 is nearly equal to I1, sin R1 is nearly equal to R1. Therefore, I1 divided by R1 is equal to mu, or I1 is equal to mu R1, that is equal to mu A. This is the angle of incidence. Therefore, its answer is equal to mu A. Answer C ആണ്. ഇതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 33. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? Assume that the light of wavelength 600 nanometer is coming from star. ഇത് ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആണ്. The limit of resolution of the telescope-ന്റെ limit of resolution d theta is equal to 1.22 lambda divided by d, that is equal to 1.22 into lambda എത്രയാണ്? 600 nanometer, that is 600 into 10 raised to minus 9 divided by d. d എത്രയാണ്? 2 meter. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ സോൾവ് ചെയ്ത് നോക്കുക. ആൻസർ ഈസ് 3.66 into 10 raised to minus 7 എന്നായിരിക്കും വരിക. അത് നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചോളാം. കാരണം ഈ 0 ആവുമ്പോൾ 10 raised to minus 7 ആവും. ഇതും കൂടെ 3 ആവും, 2ഉം 6ഉം കൂടെ. അപ്പോൾ 1.22 into 3 is equal to 3.66. അതുകൊണ്ട് ദിസ് ഈസ് ദ ആൻസർ. 3.66 ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് തന്നെയാണ് ആൻസർ. ഇവിടെ ഞാൻ നേരത്തെ എഴുതിയപ്പോൾ വേറൊരു ക്വസ്റ്റിൻ്റെ ആൻസറും ഇതും കൂടെ തിരിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തിരുത്തി A എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. In Young's double slit experiment, if the separation between coherent sources is halved and the distance between the screen and coherent source is doubled, then the fringe width becomes ആണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഓർ ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ ഈസ് ഈക്വൽ ടു d ലാംഡ ഡിവൈഡഡ് ബൈ d. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്മാൾ ഡിയുടെ വാല്യൂ ഹാഫ് ആക്കി, അതായത് d ലാംഡ പുതിയ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ d/2 ആക്കി, ക്യാപിറ്റൽ D ഡബിൾ ആക്കി. അപ്പോൾ ആൻസർ എന്ത് വരും? 4d ലാംഡ ഡിവൈഡഡ് ബൈ d, that is equal to 4 ബീറ്റ, that is ബാൻഡ് വിഡ്ത്ത് 4 times increase ചെയ്യും. Therefore, the band width become 4 times. Therefore, answer is C. Clear? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 35. Brewster's angle IB for an interface should be. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അറിയാമല്ലോ, പോളറൈസേഷനുമായി റിലേറ്റ് വരുന്നതാണ്. അറ്റ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ ടാൻ I ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ലൈറ്റ് റേ എയറിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വന്ന് വീഴുന്നു. ഈ വീഴുന്ന ലൈറ്റ് റേ ഇങ്ങനെ വീഴുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാൾ കുറവായിരിക്കണം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് ആദ്യമേ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വന്നു വീഴുന്ന ലൈറ്റ് റേ 45 ഡിഗ്രിയിൽ വന്നു വീണാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 45 ഡിഗ്രിയിൽ വന്നു വീണാൽ റിഫ്ലക്റ്റഡ് ആംഗിളും 45 തന്നെ ആയിരിക്കും. Iയും Rഉം ഈക്വൽ ആണ്. ഇനി ഇവിടെ നമ്മളൊരു ഇമ്പോർട്ടന്റ് കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? പോളറൈസിങ് ആംഗിളിൽ റിഫ്ലക്റ്റഡ് ലൈറ്റിനും റിഫ്രാക്റ്റഡ് ലൈറ്റിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അത് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ലൈറ്റ് റേ നേരെ പോയാലേ ഇതും എന്തായിട്ട് മാറൂ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. കാരണം ഇത് 45 ആണ്, ഇത് 90 ആണ്. ഇത് 90 വരണമെങ്കിൽ ഇവൻ ലൈറ്റ് റേ നേരെ പോകണം, കാരണം ഇത് 45 ആണ്. അപ്പൊ ഇതും 45 ആയാലേ 90 ഡിഗ്രി വരും. അങ്ങനെ നേരെ വരുന്ന ഒരു ലൈറ്റ് റേ ബെൻഡ് ചെയ്യാതെ നേരെ പോകുമോ? പോകത്തില്ല. അപ്പൊ ചോദിക്കും, ഐയുടെ വാല്യൂ 45നേക്കാൾ കുറവാണെങ്കിലോ? അടുത്ത് നോക്കൂ, ഐയുടെ വാല്യൂ 45നേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. ശ്രദ്ധിച്ചോണം, ഇത് 30, ഇതും 30. അപ്പോൾ 90 ഡിഗ്രി വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വരണം. അത് പറ്റുമോ? ലൈറ്റ് റേ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ ലൈറ്റ് റേ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ ആണ്, ദൂരേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഐയുടെ വാല്യൂ 45 ആകാൻ പറ്റില്ല, 45നേക്കാൾ കുറയാൻ പറ്റില്ല. പിന്നെ എന്താണ് പോസിബിലിറ്റി? 45നേക്കാൾ കൂടിയാലേ പറ്റൂ. നോക്കൂ, ഒരു 60 ഡിഗ്രിയിൽ വന്ന് വീഴുന്നു എന്ന് കരുതുക.
ഇത് 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി. ഇവിടെ കുഴപ്പമില്ല, ഇത് 90 ഡിഗ്രി. അപ്പൊ ഇത് 30 ഡിഗ്രി ആയിരിക്കും. ഇത് പോസിബിൾ ആണ്. അപ്പോൾ ബ്രൂസ്റ്റേഴ്സ് ലോ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ IP എന്ന് പറയുന്നത് 45 ആകാൻ പാടില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കണം, കുറയാനും പാടില്ല. അപ്പൊ IBയുടെ വാല്യൂ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയേക്കാൾ കൂടുതലുമായിരിക്കണം, 90 ഡിഗ്രിയേക്കാൾ കുറവുമായിരിക്കണം. 90 ഡിഗ്രി വരുന്ന സമയത്ത് ഇങ്ങനെ വരും, അത് പാടില്ല. അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ട ഏതായിരിക്കണം? 45 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കണം ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കണം. ദാറ്റ് ഈസ് ആൻസർ. അത് ഉറപ്പായിട്ടും നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. അതിന്റെ പ്രശ്നം ഇതാണ്, പോളറൈസിങ് ആംഗിളില് റിഫ്ലക്റ്റഡ് ലൈറ്റിനും റിഫ്രാക്റ്റഡ് ലൈറ്റിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി വന്നേ പറ്റൂ. അതും ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കണം. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 36 നോക്കുക. ലൈറ്റ് ഓഫ് ആവറേജ് ഫ്ലക്സ് 20 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഫാൾസ് ഓൺ എ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് അറ്റ് നോർമൽ ഇൻസിഡൻസ് ഹാവിംഗ് സർഫസ് ഏരിയ 20 സെന്റിമീറ്റർ സ്ക്വയർ. ദ എനർജി റിസീവ്ഡ് ബൈ ദ സർഫസ്. ഇവിടെ പണ്ട് നമുക്ക് ഫോട്ടോമെട്രി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്താണ് പിന്നെ എന്താ ലൈറ്റിന്റെ ലൂമിനസ് ഫ്ലക്സ് ഒക്കെ വരുന്നത് ഫോട്ടോ ഇതിനകത്തായിരുന്നു, ഫോട്ടോ ലൈറ്റിന്റെ ഇത് വരുന്നത്. പക്ഷെ ഇപ്പൊ ആ ചാപ്റ്റർ പഠിക്കാനില്ല. അത് പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ചുമ്മാ ചെയ്തേനെ. ഇനി അറിഞ്ഞൂടാങ്കിലും നമ്മൾ ചെയ്യണം. ഇതെന്താണെന്ന് നമ്മൾ നോക്കുക. 20 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിരിക്കുന്ന സാധനം, ഫ്ലക്സ്. അപ്പോൾ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 20 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ശ്രദ്ധിക്കുക. അപ്പൊ പവർ ബൈ ഏരിയയാണിത്, പവർ ബൈ ഏരിയ. അപ്പോൾ പവർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്തിരുന്നാൽ മതി? ഇതിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പവർ P ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു ഏരിയ. ഇവിടെ ഫ്ലക്സ് എത്രയാണ്? 20 സെന്റിമീറ്റർ കിടക്കുന്നത്, അങ്ങനെ കിടന്നോട്ടെ. ഏരിയയും സെന്റിമീറ്റർ, അപ്പൊ ദാറ്റ് ഈസ് 20 ഇൻറ്റു 20, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 400. വാട്ട് ഈസ് പവർ? പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ റിസീവ് ചെയ്യുന്ന എനർജിയാണ്, ഒരു സെക്കൻഡിലെ എനർജിയാണ്. അപ്പോൾ ഒരു മിനിറ്റിലാകുമ്പോഴത്തേക്ക് എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു 60. ഒരു മിനിറ്റ് ആണ്. 400 ഇൻറ്റു 60 എത്രയാകണം? ദാറ്റ് ഈസ് 24 ഇൻറ്റു 10⁻3, ദാറ്റ് ഈസ് 24 കിലോ ജൂൾ. ദ ആൻസർ ഈസ് എ. സോറി, ആൻസർ ഈസ് സി. ഇത് 10 ആണ്, ആൻസർ ഈസ് സി. നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് ഞാൻ ആൻസർ തെറ്റി, അതും ഇതും കൂടിയായിരുന്നു ആൻസർ തെറ്റിപ്പോയത്, മാറിപ്പോയത്. അത് ഇതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 36 കഴിഞ്ഞു. ഇത് ഈ യൂണിറ്റ് നോക്കിയാൽ നമുക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടണം. ഇല്ലെങ്കിൽ ഫ്ലക്സ് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. കാരണം ഫ്ലക്സിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല. അപ്പൊ എനർജി എനർജി റിസീവ്ഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ, ശരിക്കും അതാണ് എനർജി റിസീവ്ഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് ഫ്ലക്സ്. എനർജി റിസീവ്ഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 ടൈംസ് ദ ത്രഷോൾഡ്. അപ്പൊ ത്രഷോൾഡ് ഫ്രീക്വൻസി µ0 എന്ന് എടുക്കുക. അതിന്റെ 1.5 ടൈംസ് ഉള്ള ലൈറ്റ് വന്നൊരു സർഫസിനകത്ത് വീഴുന്നു. ഉറപ്പായിട്ടും ഫോട്ടോ ഇലക്ട്രിക് എഫക്ഷൻ ഉണ്ടാവും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് ഹാവ്ഡ്. ഈ ഫ്രീക്വൻസി പകുതിയാക്കുമ്പോൾ അത് 0.75 ആയിട്ട് മാറും. 0.75 µ0 എന്ന് വരും. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ആയിപ്പോയി. അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഉണ്ടാവില്ല. ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഉണ്ടാവണമെങ്കിൽ വേണ്ടത് മിനിമം ഫ്രീക്വൻസിയാണ് µ0. ഹിയർ ദ ഫ്രീക്വൻസി വെൻ റെഡ്യൂസ്ഡ് ടു ഹാഫ്, ദാറ്റ് ഫ്രീക്വൻസി ബിക്കം 0.75 µ0, which is less than µ0. Therefore, there is no photoelectric current. That is answer. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 38 നോക്കുക. എന്താ 38 ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? An electron accelerated from rest through a potential difference V volt. If the de Broglie wavelength of electron is equal to 1.227 into 10⁻⁻2 nanometer, the potential difference is. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ de Broglie wavelength lambda is equal to h/p നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ V വോൾട്ടിലൂടെ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവന് കിട്ടുന്ന കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV. അവന്റെ കൈനറ്റിക് എനർജി EV ആണെങ്കിൽ അവന്റെ മൊമെന്റം P ഈസ് ഈക്വൽ ടു √2km. നമ്മൾ ആ കെയുടെ വാല്യൂവിനകത്ത് ഇട്ട് കൊടുക്കാൻ √2mev എന്ന് കിട്ടും. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ h/√2mev. ഇവിടെ ഇലക്ട്രോണിന്റെ കേസിൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ നമുക്കറിയാം.
ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു E 1.6 into 10 raised to minus 19. മാസ് അറിയാം 9.1 into 10 raised to minus 31. V അറിയില്ല, H നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ V ഒഴികെ V വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ആ V ഒഴികെ ബാക്കി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 12.3 ആംസ്ട്രോങ് ഡിഗ്രി ഡിവൈഡഡ് ബൈ √V എന്നൊരു ആൻസർ ഉണ്ട്. ഇത് കാണാൻ പഠിച്ചു വെക്കേണ്ടതാണ് നിങ്ങൾ. ആ 12.3യെ ക്യാൻസൽ ആണ് 1.227 അതുമായി റിലേറ്റ് ചെയ്തൊരു ആൻസർ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട 12.3 ആംസ്ട്രോങ് ഡിഗ്രി ഡിവൈഡഡ് ബൈ √V. ഇവിടെ ലാംഡ തന്നിരിക്കുന്നത് എത്രയാണ് നമുക്ക്? 1.227 into 10 raised to minus 2 nanometer, that is 10 raised to minus 11 is equal to 12.227 ആണ്, 27 ആണ്. അതിന് നമുക്ക് 12.3 എന്ന് 12.3 into 10 raised to minus 10 divided by √V. This is the answer. ഇതിനകത്ത് നിന്ന് √V is equal to എത്രയായിരിക്കണം? 12.3 into 10 raised to minus 10 divided by ഇതിനെ ഞാൻ 12.3 എന്ന് എഴുതുന്നു. 12.3 into 10 raised to minus 12. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ that is equal to 10 raised to 2. Therefore V is equal to 10 raised to 4 എന്ന് കിട്ടും ആൻസർ. നിങ്ങൾ ഇത് പഠിച്ചു വയ്ക്കണം. എന്നാൽ ഇലക്ട്രോൺ പ്രോട്ടോണിനോ മറ്റു ചാർജുകൾക്കോ ബാധകമല്ല, അവർക്കെല്ലാം ഈ ഇക്വേഷൻ തന്നെ നമ്മൾ ഉപയോഗിക്കണം. പക്ഷേ ഇലക്ട്രോൺ ആണെങ്കിൽ ദാറ്റ് ആൻസർ ഈസ് ഈക്വൽ ടു 12.3 ആംസ്ട്രോങ് ഡിഗ്രി ഡിവൈഡ് ബൈ √V. ഇലക്ട്രോണിന്റെ കേസിലാണ് മിക്കവാറും ചോദിക്കുക. അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റും. Therefore answer is 10 raised to 4. Therefore answer is D. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കൂ. ക്വസ്റ്റൻ നമ്പർ 39. Which one of the following Bohr model is not valid? ബോർ മോഡലിന്റെ ലിമിറ്റേഷൻ തന്നെ പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് പറയുന്നത് ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. ചെറിയ ചെറിയ മാസ് നമ്പർ വളരെ കുറവുള്ളവർക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും ഹൈഡ്രജന്, ഡ്യൂട്രോണ്, സിംഗിൾ അയനൈസ്ഡ് ഹീലിയത്തിനൊക്കെ ബാധകമാണ്. മേലോട്ട് പോകുന്നത് അത് ബാധകമല്ല. Therefore നിയോണിന്റെ കേസിൽ ഇത് ബാധകം അല്ല. Therefore ആൻസർ ഈസ് ഡി. അതിന്റെ ലിമിറ്റേഷൻ തന്നെയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 40. എന്താ പറഞ്ഞിരിക്കുന്നത്? When a uranium isotope 23592U is bombarded with a neutron, it generates 8936 Kr, 3 neutrons and dash. ഇനി അതിന്റെ കൂട്ടത്തിൽ എന്തുണ്ടെന്നാണ്. ഇത് ശരിക്കും ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു യുറേനിയം 235 എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് U23592 is bombarded with a neutron. Neutron means 0n1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? Kr 8936 പ്ലസ് 3 ന്യൂട്രോൺ. അതിന്റെ അർത്ഥം 301n1 പ്ലസ് ഇനി എന്ത് വരുമെന്നുള്ളതാണ്. ബാലൻസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ 235 പ്ലസ് 1 ഈസ് 236. അപ്പുറത്ത് നമുക്ക് ഇതുവരെ കിട്ടിയത് 89 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 92. ഇവിടെ 3 ഉണ്ട്, 1 അല്ല, 3 ഇൻറ്റു ന്യൂട്രോൺ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 144. മാസ് നമ്പർ 144 വരുന്ന ആരെങ്കിലും ഒരാളുണ്ടോ എന്ന് നോക്കുക. അതാ ഇതാണ്, ഇത് തന്നെയാണ് ആൻസർ. അതിനകത്ത് പിന്നീട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. 144 BA 56. ഇനി 56 വേണമെങ്കിൽ ഡിനോമിനേറ്റർ നിങ്ങൾ ചെയ്തു നോക്കുക. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെയാണ് ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41. The energy required to break one bond in DNA is equal to 10 raised to minus 20 joules. അത് EV-ലേക്ക് മാറ്റാൻ എന്തോന്ന് ആൻസർ ഇത്? 10 raised to minus 20 divided joule, which is equal to 10 raised to minus 20 divided by 1.6 into 10 raised to minus 90. That is, it is equal to എത്ര വരുമെന്ന് നിങ്ങൾ അങ്ങ് കണ്ടുപിടിക്കുക. That is 0.1 divided by 1.6. That is equal to 1/16. അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക. 1/16 വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് മിക്കവാറും 0.06 ആയിരിക്കും. ഇതായിരിക്കണം C. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളുക. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. For transition action, which of the following statement is correct? ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് സെയിം ഡോപ്പിംഗ്. അല്ല, ബേസിൽ ലോ ഡോപ്പിങ്ങും ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് വരേണ്ടത് എമിറ്ററിലും ആവറേജ് ഡോപ്പിംഗ് വരേണ്ടത് കളക്ടറിലും പിന്നെ ഇതിനകത്ത് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. 3 റീജിയൻ ലൈറ്റ്ലി ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്,
പിന്നെ ആവറേജ് ഡോപ്പിംഗ് ഫോർ കളക്ടർ ആൻഡ് ഹെവിലി ഡോപ്ഡ് റീജിയൻ എന്ന് പറയുന്നതാണ് എമിറ്റർ. അത് ഓർത്തിരിക്കുക. ഇവിടെ വരുമ്പോൾ ആൻസർ ഇതാണ്. ദ ബേസ് റീജിയൻ മസ്റ്റ് വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കണം. ദെയർഫോർ ആൻസർ ഈസ് ഡി. പിന്നെ നമ്മൾ പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഫോർ ദ പ്രോപ്പർ വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ ഇൻപുട്ട് ജംഗ്ഷൻ മസ്റ്റ് ബി ഇൻ ദ ഫോർവേഡ് ബയാസ്. അതിന് അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ജംഗ്ഷൻ മസ്റ്റ് ബി ഇൻ ദ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ, ഔട്ട്പുട്ട് ജംഗ്ഷൻ മസ്റ്റ് ബി ഇൻ ദ റിവേഴ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയുണ്ട്. എമിറ്റർ ജംഗ്ഷൻ ആസ് വെൽ ആസ് കളക്ടർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് അല്ല. ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും ഔട്ട്പുട്ട് ജംഗ്ഷനുള്ള കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആയിരിക്കണം. അതാണ് അതിന്റെ കണ്ടീഷൻ. അതാണ് പ്രോപ്പർ വർക്കിങ്ങിനുള്ള കണ്ടീഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 43. ദ സോളിഡ്സ് വിച്ച് ആർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓർ റെസിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ മെറ്റൽസിന്റെ കേസിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ ആൽഫ പോസിറ്റീവ് ആണ്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലേറ്ററിന്റെ കേസിലും ആൽഫ നെഗറ്റീവ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ് ഓർ റെസിസ്റ്റിവിറ്റി ഡിക്രീസ്. ദെയർഫോർ ആൻസർ ഈസ് ദിസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 44. The increase in the width of the depletion region in a PN junction diode is due to. നമ്മൾ ഒരു പി ടൈപ്പ് എൻ ടൈപ്പും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന സാധനമാണ് ഡിപ്ലീഷൻ റീജിയൻ. ഈ ഡിപ്ലീഷൻ റീജിയൻ ആണ് കറണ്ടിനെ കടത്തി വിടില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നത്. ഫോർവേഡ് ബയാസ് എന്ന് വെച്ചാൽ കറണ്ടിനെ കടത്തി വിടുന്ന അവസ്ഥയാണ്. കടത്തി വിടണമെങ്കിൽ ഈ ഡിപ്ലീഷൻ റീജിയന് ഇത്രയും സാധനം ഇല്ലാതാവണം. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലീഷൻ റീജിയനെ ഇല്ലാതാക്കും, എന്നാലേ കറണ്ടിനെ കടത്തി വിടാൻ പറ്റും. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കൂട്ടും, ആരെയും കടത്തിവിടാതെ സ്ട്രോങ് ആയിട്ട് നിർത്തും. അപ്പൊ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂട്ടുന്നത് എവിടെയാണ്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ്. ദെയർഫോർ ആൻസർ ബി ആണ്, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് കിടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ ദ ലോജിക് സർക്യൂട്ട് ഷോൺ ദ ട്രൂത്ത് ടേബിൾ ഈസ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രൂത്ത് ടേബിൾ എന്താണെന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം വരേണ്ട ഈ സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ പറയുന്നത് ഒരു നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിന്റെ ഫ്രണ്ടിൽ രണ്ട് നോട്ട് ഗേറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഒരു പേര് പറയും. അത് കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിന് നമ്മൾ പറയുന്നത് ഇങ്ങനെ വരയ്ക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെ വരച്ചു മാറ്റാം. ഈ രണ്ട് നോട്ട് ഗേറ്റിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ആ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബബിൾഡ് നാൻഡ്, ബബിൾഡ് നോർ. അതിന് പറയുന്ന പേരാണ് ആൻഡ് ഗേറ്റ്. അപ്പൊ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഇതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. നോറിന്റെ സ്ഥാനത്ത് നാൻഡ് ഗേറ്റ് ആണെന്ന് കരുതുക. നാൻഡ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ രണ്ട് നോട്ട് ഗേറ്റുകൾ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലാതെ ഇത് ട്രൂത്ത് ടേബിൾ ഒന്നും എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഈ രണ്ട് ബബിൾ എന്ന് വെച്ചാൽ രണ്ട് നോട്ട് ഗേറ്റുകളാണ്. അപ്പോൾ ഫ്രണ്ടിൽ രണ്ട് നോട്ട് ഗേറ്റുകൾ നമ്മൾ കണക്ട് ചെയ്താൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബബിൾഡ് നാൻഡ്. ബബിൾഡ് നാൻഡ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. അതറിയാവുന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇത് പഠിക്കാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സാധനം എന്താണ്? ഇതിനകത്ത് ഒന്ന് രണ്ട് ഇതിന് വ്യത്യാസമുണ്ടായിരുന്നു, പോട്ടെ. അപ്പൊ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബബിൾഡ് നാൻഡ്. ബബിൾഡ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഈ ഗേറ്റ് നോട്ട് ഗേറ്റ് ആണ്, നോർ ഗേറ്റിന്റെ ഫ്രണ്ടിൽ രണ്ട് നോട്ട് ഗേറ്റ് വന്നപ്പോൾ ഇത് എന്ത് ഗേറ്റ് ആണ്? ആൻഡ് ഗേറ്റ് ആണ്. അപ്പൊ ഇതിന് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നോക്കി, അല്ലാതെ ഇവിടെ 0 കൊടുത്തു 1 അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കരുത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫോമാണ്, പഠിച്ചു വെക്കണം. ഇത് രണ്ടും പഠിച്ചു വെക്കണം. ബബിൾഡ് നാൻഡ് ഈസ് ഈക്വൽ ടു ഓർ, ബബിൾഡ് നോർ ഈസ് ഈക്വൽ ടു ആൻഡ്. അത് ഇതാണെന്ന് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ നോക്കേണ്ടുന്നത്, അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എന്തായിരിക്കും? നിങ്ങൾ ഈ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ബോത്ത് ഇൻപുട്ട് ആർ ഹൈ ദെൻ ദ ഔട്ട്പുട്ട്, അങ്ങനെ പഠിച്ചു വയ്ക്കരുത്. ഇതിന് പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം ഞാനൊന്ന് പറഞ്ഞുതരാം. ആ എളുപ്പമാർഗ്ഗം നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്തോണം. അതൊന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമായിരിക്കും. അതെന്താണെന്ന് അറിയാമോ? ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും അറിയുക. ആൻഡ് ഗേറ്റ് 0 കണ്ടാൽ 0. നമ്മൾ സാധാരണ ആൻഡ് ഗേറ്റ് നിങ്ങൾ പഠിക്കുന്നത്
രണ്ട് ഇൻപുട്ട് ആൻഡ് ഗേറ്റുകൾ. രണ്ട് ഇൻപുട്ട് അല്ല, എത്ര ഇൻപുട്ട് വേണോ ഇവിടെ കൊടുക്കാം. അങ്ങനെയാണ് ശരിക്കും ആൻഡ് ഗേറ്റ്. എത്ര ഇൻപുട്ട് വേണോ കൊടുക്കാം നമുക്ക്. പിന്നെ നിങ്ങളുടെ ചെറിയ ലെവലായതുകൊണ്ട് രണ്ട് ഇൻപുട്ട് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. പക്ഷെ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ ഇൻപുട്ടുകൾ കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ഈ കൊടുക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് സീറോ ആയാൽ ഇത് സീറോ, ബാക്കി എല്ലാം ഹൈ ആണെങ്കിലും ഔട്ട്പുട്ട് സീറോ. അതുപോലെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ആൻഡിന്റെ പ്രത്യേകത സീറോയെ കണ്ടാൽ സീറോ എന്ന് തന്നെ പഠിക്കുന്നതാണ് എളുപ്പം. ഇൻപുട്ടിൽ എവിടെയെങ്കിലും സീറോ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഓർ ഗേറ്റിന്റെ പ്രത്യേകത നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഇതുപോലെ എന്ത് പഠിക്കണം? വണ്ണിനെ കണ്ടാൽ വൺ. ഇൻപുട്ടിൽ അവിടെയും നമുക്ക് പറയാം ഒരു ഓർ ഗേറ്റിനും എത്ര വേണോ ഇൻപുട്ട് വേണോ നമുക്ക് കൊടുക്കാം. അതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഉറപ്പായിട്ടും ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻപുട്ടിൽ വണ്ണിനെ കണ്ടാൽ വൺ. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. ആൻഡ് ഗേറ്റ് സീറോയെ കണ്ടാൽ സീറോ, ഓർ ഗേറ്റ് വണ്ണിനെ കണ്ടാൽ വൺ. ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന സാധനമാണ് ആര്? പിന്നെ വൺ. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സാധനമാണ് നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത അപ്പൊ എന്തായിരിക്കണം? സീറോയെ കണ്ടാൽ വൺ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നോർ ഗേറ്റ്. നോർ ഗേറ്റിന്റെ പ്രത്യേകത വണ്ണിനെ കണ്ടാൽ സീറോ. അപ്പൊ ഇത് രണ്ടെണ്ണം നമുക്ക് മനസ്സിലാക്കി വെക്കാനാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് മറ്റേത് എളുപ്പമാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പം. അതല്ല, ഇനി നിങ്ങൾക്ക് ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് സാർ, അതാണ് ഓക്കെ, അത് വൃത്തി. നിങ്ങൾക്ക് ഏതാണോ ഫാസ്റ്റ്, എനിക്ക് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നു ഇതാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. സീറോയെ കണ്ടാൽ സീറോ ആൻഡ് ഗേറ്റ്, സീറോയെ കണ്ടാൽ വൺ ആൻഡ് ഗേറ്റ്, വണ്ണിനെ കണ്ടാൽ വൺ ഓർ ഗേറ്റ്, വണ്ണിനെ കണ്ടാൽ സീറോ നോർ ഗേറ്റ്. അപ്പൊ ഇവിടെ നമ്മുടെ ഗേറ്റ് ഏത് ഗേറ്റ് എന്നാ പറഞ്ഞത്? ദിസ് ഈസ് ബബിൾഡ് നോർ ഗേറ്റ് ഈസ് കാൾഡ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത സീറോയെ കണ്ടാൽ സീറോ. ദാ നോക്കുക, ഇതായിരിക്കണം ആൻസർ. ഫസ്റ്റ് ആണ് ആൻസർ. സീറോ വന്നപ്പോൾ സീറോ, സീറോയെ കണ്ടു സീറോ, സീറോയെ കണ്ടു സീറോ, വൺ വന്നപ്പോൾ സീറോ ഇല്ലാത്തത് കൊണ്ട് വൺ. ദിസ് ഈസ് ആൻഡ് ഗേറ്റ്. അപ്പൊ ബാക്കി നാല് ഗേറ്റുകൾ ഏതാണെന്ന് നിങ്ങൾ നോക്കി പറ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നോക്കി പറയൂ. ഇതിനകത്തുള്ള പ്രത്യേകത എന്താണ്? ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയെ കണ്ടാൽ വൺ. സീറോ വന്നെടുത്ത് എല്ലായിടത്തും വൺ. അതിന്റെ അർത്ഥം ഇത് നാൻഡ് ഗേറ്റ്. കണ്ടോ? സീറോ ഉള്ളിടത്തെല്ലാം വൺ. സീറോയെ കണ്ടാൽ വൺ, സീറോയെ കണ്ടാൽ വൺ. ഇത് ഏത് ഗേറ്റ് ആണെന്ന് നിങ്ങളൊന്ന് നോക്കി പറഞ്ഞോളൂ. അതിന്റെ കൂട്ടത്തില് വൺ 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 എല്ലാം വന്ന് വണ്ണിനെ കണ്ടാൽ വൺ, ദാറ്റ് ഈസ് ഓർ ഗേറ്റ്. ഇവിടെ ഏത് ഗേറ്റ് ആണെന്ന് നിങ്ങളൊന്ന് നോക്കി പറയൂ. ഇവിടത്തെ ഗേറ്റ് എന്ന് പറയുന്നത് വണ്ണിനെ കണ്ടപ്പോൾ എല്ലായിടത്തും സീറോ, അതായത് നോർ ഗേറ്റ്. നാല് ഗേറ്റുമായി ആൻഡ് ഗേറ്റ്. ഇത് ആൻഡ് ഗേറ്റ്. അപ്പൊ നമ്മുടെ ആൻസർ ഇതാണ്. ഇത് ആൻഡ് ഗേറ്റ്, ഇത് നാൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോർ ഗേറ്റ്. പിന്നെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിനകത്ത് ഞാൻ ഒരിക്കലും ഇടപെടുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിനോട് പ്രത്യേകം പറഞ്ഞ് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അവരങ്ങനെ ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും വലിയ എളുപ്പം. ശരി, നമ്മൾ ഇതോടുകൂടി 45th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾ നിർത്തിയുടെ ബുക്കളെഴുത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാനിവിടെ 2021 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2020 ഡിസ്കസ് കഴിഞ്ഞു. പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? 2020 ക്വസ്റ്റ്യൻസ് 2 വീഡിയോ കൊണ്ട് ഞാൻ അങ്ങ് തീർത്തു. 2021 ക്വസ്റ്റ്യൻസ് ഞാൻ ഏതാണ്ട് 7 വീഡിയോ എടുത്തിട്ടാണ് അത് തീർത്തത്. അവിടെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂറിനകത്ത് ചിലപ്പോൾ 5 ക്വസ്റ്റ്യനോ 6 ക്വസ്റ്റ്യനോ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 7 ലെങ്തി വീഡിയോ ആയിപ്പോയത്. അപ്പം ഞാനിത് പറഞ്ഞു വേറൊന്നിനുമല്ല, ഞാൻ ഈ 2 വീഡിയോ ഒരു കമ്പാരിസന് വേണ്ടി നിങ്ങൾക്ക് തരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്? 2021 എടുത്ത ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആണോ നന്നായിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയത്, അതല്ല 2020 ആണോ? അപ്പൊ ഇതിനകത്ത് ഏതാണ് എഫക്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യണം. ദയവായിട്ട് ഒന്ന് ഇത് കാണുന്നവർ, ഇത് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകിച്ച്, മറ്റുള്ളവരുടെ ഞാൻ പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സാർ 2021 ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, 2020 നല്ലത് അതായിരുന്നു. അതല്ല, ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന 2020 ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, മറ്റേത് 2021 അത്രയും ലെങ്തി ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം എനിക്ക് എന്ത് ഇത് ചെയ്യാൻ. 2018 2017 19 ക്വസ്റ്റ്യൻസ് വീണ്ടും ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് ഇറക്കിയതിനു ശേഷം ഇനി കുറെ നാൾ കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നടത്തിയാൻ ഇറക്കത്തുള്ളൂ. അത് നിങ്ങൾ പറയുന്ന 2 ഓപ്ഷനിൽ ഏതാണോ കൂടുതൽ പേര് പറയുന്ന ഓപ്ഷൻസ്, ആ ഓപ്ഷൻ അനുസരിച്ച് ഞാൻ ആ വീഡിയോ ഇറക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ചോയ്സിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളത് ഇഷ്ടമായി, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും നമ്മൾ പല ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകൾ ഇതുപോലെ വരും. അതുപോലെ തന്നെ നമ്മുടെ റിപ്പീറ്ററിൻ്റെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നന്നായിട്ട് കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്കതിനനുസരിച്ച് നമുക്ക് ഇതിപ്പോൾ ഓൺലൈൻ സാധാരണ റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഞാൻ ആരുടെ അഭിപ്രായം ചോദിക്കാറില്ല. ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആ രേഖപ്പെടുത്തുന്ന അഭിപ്രായമനുസരിച്ച് നമുക്ക് മാറ്റക്കയറ്റങ്ങൾ വരുത്താൻ പറ്റും ഓൺലൈൻ ആയതുകൊണ്ട്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.